വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണ ലൈസൻസിക്കെതിരെ കേസെടുക്കും. ദുരന്ത പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് അമിതമായ തോതിൽ പടക്കം നിർമ്മിക്കുന്നത് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് ചേർന്നു. ഷാരിഖ്, അമിതമായ അളവിൽ അല്ലെങ്കിൽ അനുവദനീയമാതിന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവമ്പാടി ഇതിന്റെ അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതും നിർണായകമാണല്ലോ ഷാരിഖ്. തീർച്ചയായും ഹാഷ്മി, അതായത് പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി പടക്കങ്ങൾ നിർമ്മിച്ചിരുന്നത് പാലക്കാട് മുതലമടയിലെ വെള്ളാരംകടവിലെ ഒരു പടക്ക നിർമ്മാണശാലയിലാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ അധികൃതർ പരിശോധന നടത്തി. ആ പരിശോധനയിൽ 2000 കിലോയിലധികം വെടിക്കോപ്പുകൾ നിർമ്മിക്കാനുള്ള സാമഗ്രികൾ കണ്ടെത്തി. ആ പശ്ചാത്തലത്തിലാണ് ഈ നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ലൈസൻസിക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ്, അതായത് കൊല്ലങ്കോട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ 2000 കിലോ മാത്രമാണ് ഒരു ലൈസൻസിക്ക് കൈവശം സൂക്ഷിക്കാൻ പാടുകയുള്ളൂ. അതിൽ കൂടുതൽ അവിടെ നിന്ന് പടക്കം നിർമ്മിക്കാനുള്ള സാമഗ്രികളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ സ്റ്റോപ്പ് മെമ്മോ ഈ പടക്ക നിർമ്മാണശാലയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ അതായത് നെന്മാറ വേലയ്ക്കുൾപ്പെടെ പടക്കം നിർമ്മിക്കുന്ന മുതലമടയിലെ വെള്ളാരംകടവ് പടക്ക നിർമ്മാണശാലയ്ക്കാണ് ഇത്തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. കാരണം ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ 14 പേർ മരിക്കുകയും അതുപോലെ തന്നെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായ സംഭവത്തിന്റെ സാഹചര്യത്തിലാണ് അധികൃതർ ആ ഭാഗത്ത് ചെന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ അളവിൽ കൂടുതൽ സാമഗ്രികൾ കണ്ടെത്തിയിട്ടുണ്ട് ഹാഷ്മി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.